ഹലോ ഓൾ, സ്റ്റഡി ബോർഡിൻ്റെ ക്ലാസ്സുകളിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ വിച്ച് ഇസ് ആപ്പൻഡ് ഓൺ ഏപ്രിൽ 2023 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏപ്രിൽ 2023 BCA ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ BCA കുട്ടികൾക്ക് കുറച്ചൊരു പ്രയാസമുള്ളൊരു ഏരിയ ആണ് ഈ അക്കൗണ്ടിങ് എന്ന് വെച്ച പേപ്പർ. കോമേഴ്സിൽ വരുന്നൊരു പേപ്പറാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പാസ്സാവാനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റുന്നൊരു പേപ്പർ തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി സ്ട്രാറ്റജിക്കായിട്ട് നമ്മുടെ ആ ഒരു പേപ്പറിനെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 3 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ മാർക്ക് നോക്കാം. നിങ്ങൾക്ക് 2 മണിക്കൂർ എക്സാം മാത്രമേ വരുന്നുള്ളൂ. അതിൽ മാക്സിമം 60 മാർക്കാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ എ, സെക്ഷൻ ബി, ദെൻ വി ഹാവ് സെക്ഷൻ സി, അങ്ങനെ 3 സെക്ഷനായിട്ടാണ്. അപ്പോൾ സെക്ഷൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ നമ്മുടെ വളരെ സെൻറ്റൻസ് ആയിട്ട് 1-2 സെൻറ്റൻസ് ആയിട്ട് എഴുതുന്ന ആൻസേഴ്സാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് സെക്ഷൻ ബി ആണ്. അതിൽ നമുക്ക് 5 മാർക്കാണ്. അപ്പോൾ അത് കുറച്ച് കാൽക്കുലേഷൻസും ഒക്കെ ആയിട്ട്, ഇപ്പോൾ തിയറി ചോദിക്കുകയാണെങ്കിൽ ഒരു പേജിൻ്റെ ഒരു സൈഡ് എഴുതുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്ര കൊള്ളിക്കാം. പിന്നെ അത് കൊള്ളിക്കാൻ വേണ്ടി എഴുതരുത്, നിങ്ങൾ പോയിന്റ് കൃത്യമായിട്ട് വരുന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. സെക്ഷൻ സി ആണ്, അത് എസ് എ ആണ്. അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 20-21 സെക്ഷൻ സിയിൽ വരുന്ന എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 10 മാർക്കാണ് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിഫൈൻ അക്കൗണ്ടിങ്. വാട്ട് ഡു യു മീൻ ബൈ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? Explain any 4 objectives of accounting. What is meant by ledger? What is CVP analysis? Define impressed system. What is cash budget? List out the accounting concept. What is meant by margin of safety? What is marginal costing? List out the difference between fixed budget and flexible budget. What is budgetary control? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2 മാർക്കിന് വരുന്ന സെക്ഷൻ എയിലുള്ള ക്വസ്റ്റ്യൻസ്. 20 മാർക്കാണ് സീലിംഗ്. 12 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 24 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ സീലിംഗ് 20 മാർക്കിനാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഡിഫൈൻ അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഓഫ് റെക്കോർഡിങ് ക്ലാസിഫൈയും കൂടി വരുന്നുണ്ട് ഇതിനിടയ്ക്ക്. ഇവിടെ ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് financial transactions of a business to provide meaningful financial information to stakeholders for decision making എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്? ദ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the business is considered as separate entity from its owners. This means that financial transactions of the business are recorded separately from the personal transactions of the owner. അപ്പോൾ ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നമ്മൾ അക്കൗണ്ടൻറ്റ് കാണണം. അതായത് ഓണറുടെ അക്കൗണ്ടിലേക്കല്ല ബിസിനസ്സിൻ്റെ എഴുതേണ്ടത്. ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട് വേണം. ഓണറിൻ്റെ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പം ബിസിനസ്സിനെയും ഓണറിനെയും വേറിട്ട് കാണാന്നുള്ളതാണ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഒന്ന് റെക്കോർഡ് കീപ്പിംഗ് ആണ്, റെക്കോർഡ് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്, സാമ്പത്തിക വർഷത്തിന് നടന്ന ഫിനാൻഷ്യലായിട്ടുള്ള മാറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ആണ്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും അക്കൗണ്ടിങ് അത്യാവശ്യമാണ്. പിന്നെ കംപ്ലയൻസ് ആണ്, ടു എൻഷുർ ബിസിനസ് അഡേഴ്സ് ടു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. നമ്മൾ രാജ്യത്തുള്ള നിയമത്തിനും മറ്റ് വ്യവസ്ഥകൾക്കൊക്കെ അനുസരിച്ചിട്ട് നീങ്ങാൻ കൂടി വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 4ാമത്തെ ചോദ്യം വാട്ട് ഈസ് മെൻ ബൈ ലെഡ്ജർ ആണ്. എന്താണ് ലെഡ്ജർ? A ledger is a book or digital record where all transactions of a business are recorded in detail. Each account has a separate ledger page or section where debits and credits are recorded. അപ്പോൾ ലെഡ്ജർ എന്നാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. ജേണലിൽ നിന്ന് നമ്മൾ ഓരോന്നും, ഇപ്പോൾ ക്യാഷിന് ലെഡ്ജർ, ക്യാപിറ്റലിന് ലെഡ്ജർ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതാണ് ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ CVP അനാലിസിസ്. എന്താണ് CVP അനാലിസിസ്? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിനെക്കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ്, സെയിൽസ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ചിലവ്, സെയിൽസിൻ്റെ വോളിയം, വ്യാപ്തി, അതുപോലെ തന്നെ ലാഭം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് റിലേറ്റഡ് ആയി കിടക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം ചിലവ് കുറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. നമ്മുടെ സെയിൽസ് വോളിയം കൂടിയാൽ പ്രോഫിറ്റ് കിട്ടും. സെയിൽസ് വോളിയം കുറഞ്ഞാൽ പ്രോഫിറ്റ് കുറയും.
അപ്പോൾ അതിനനുസരിച്ചിരുന്നാണ് റിലേഷൻഷിപ്പ് ഉണ്ട് ഈ മൂന്നുമായിട്ട്. അപ്പോൾ കോസ്റ്റ്, വോളിയം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ദേ ആർ ഇൻ്റർ റിലേറ്റഡ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ആണ് ഈ പറഞ്ഞ CVP അനാലിസിസ്. അതിന് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഒക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡിഫൈൻ ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ളതാണ്. ദ ഇംപ്രസ്ഡ് സിസ്റ്റം ഇസ് എ മെത്തേഡ് ഓഫ് മാനേജിങ് പെറ്റി ക്യാഷ് വെയർ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് മണി ഇസ് സെറ്റ് അസൈഡ് ഫോർ മൈനർ എക്സ്പെൻസസ്. അപ്പോൾ ചെറിയ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ പെറ്റി ക്യാഷ് നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് വെച്ചാൽ. വെൻ ദ പെറ്റി ക്യാഷ് ഇസ് ഇഷ്യൂഡ് ഇറ്റ് ഈസ് റീപ്ലനിഷ്ഡ് ടു ദ ഫിക്സ്ഡ് എമൗണ്ട് എൻഷുറിങ് അക്കൗണ്ടബിലിറ്റി ആൻഡ് കൺട്രോൾ ഓവർ സ്മോൾ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ചെറിയ ചിലവുകൾക്കൊക്കെ നമ്മൾ വെക്കുന്ന ഒരു ക്യാഷ് ബുക്കാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. വാട്ട് ഈസ് ക്യാഷ് ബഡ്ജറ്റ്? എന്താണ് ക്യാഷ് ബഡ്ജറ്റ്? എ ക്യാഷ് ബഡ്ജറ്റ് ഇസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ദാറ്റ് എസ്റ്റിമേറ്റ്സ് the cash inflow and outflow over a specific period. It helps businesses manage their cash resource effectively, ensuring that they have sufficient cash to meet their obligation. അതായത് ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ് എന്നാണ് നമ്മുടെ ക്യാഷ് എത്ര ചിലവാക്കണം, അതായത് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡായിട്ട് എത്ര ക്യാഷ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ക്യാഷ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് ഈ പറഞ്ഞ ക്യാഷ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ. ലിസ്റ്റ് ഔട്ട് ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് എൻറ്റിറ്റി കോൺസെപ്റ്റാണ്, ഒന്ന് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്, ഒന്ന് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്, ഒന്ന് കോസ്റ്റ് കോൺസെപ്റ്റാണ്, ഒന്ന് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റാണ്, ഒന്ന് അക്രൂവൽ കോൺസെപ്റ്റാണ്, കൺസർവേറ്റിസം കോൺസെപ്റ്റാണ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ഉണ്ട്, മെറ്റീരിയലിറ്റി കോൺസെപ്റ്റ് ഉണ്ട്, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ വേറെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചാനലിൽ നമ്മൾ BCA അക്കൗണ്ടിങ് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് ഓരോന്നായിട്ടൊന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ട കാര്യം വരില്ല. 8ാമത്തെ ചോദ്യം ആയതുകൊണ്ട് എന്താണ് പേരുകൾ മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കാര്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും 4 തന്നെ എഴുതിയാൽ മതി. പിന്നെന്താണ് അടുത്ത ചോദ്യം, വാട്ട് ഈസ് മെൻ ബൈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ സെയിൽസ് നമ്മൾ നടന്ന ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ സെയിൽസ് നടന്നു, നമുക്ക് 12 ലക്ഷം കിട്ടിയാലേ നമുക്ക് ബ്രേക്ക് ഈവൺ വരുള്ളൂ. അതായത് നമ്മുടെ എന്താണ് ചിലവ്, കോസ്റ്റ് കഴിഞ്ഞ് കോസ്റ്റിനെ നമുക്ക് എന്താണ് അതിജീവിക്കാൻ കിട്ടുന്ന സെയിൽസാണ്. ഇപ്പോൾ 10 ലക്ഷം നമുക്ക് ചിലവ് വന്നാൽ നമുക്ക് ആ ബ്രേക്ക് ഈവൺ കിട്ടണമെങ്കിൽ 10 ലക്ഷം കിട്ടണം. അല്ലെങ്കിൽ 12 ലക്ഷം ചിലവ് വന്നാൽ ബ്രേക്ക് ഈവൺ കിട്ടണമെങ്കിൽ 12 ലക്ഷം കിട്ടണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിന് പേരാണെന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഡക്റ്റ് കോസ്റ്റ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സ്ഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. അപ്പോൾ ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്താണ്? എ ബഡ്ജറ്റ് ദാറ്റ് റിമെയിൻസ് അൺചേഞ്ച് ഇറസ്പെക്റ്റീവ് ഓഫ് അറ്റ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് ബേസ്ഡ് ഓൺ എ ഫിക്സ്ഡ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽ. അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന് മാറ്റം വരില്ല. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടു, അത് മാറുന്നില്ല. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണ്? നമ്മൾ സമയക്രമം അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മാറ്റുന്ന ബഡ്ജറ്റാണെന്ത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി എന്താണ് വാട്ട് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ? അപ്പോൾ എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ എന്നുള്ളതാണ്. ബഡ്ജറ്ററി കൺട്രോൾ ഇസ് എ മാനേജ്മെൻറ്റ് പ്രോസസ് ഇൻ വിച്ച് ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ആക്ടിവിറ്റീസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ഇസ് കമ്പയർഡ് വിത്ത് ബഡ്ജറ്റഡ് പെർഫോമൻസ്. The variances are analyzed and corrective actions are taken to ensure organizational goals are achieved. അതായത് എന്താണ് നമ്മളൊരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ബഡ്ജറ്ററി കൺട്രോൾ. എന്താണ് ഇൻ വിച്ച് ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണെന്ത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാർട്ട് A വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി പാർട്ട് B വരുന്നത് നമുക്കറിയാം 5 മാർക്കിനാണ്, 30 മാർക്കാണ് സീലിംഗ്. മൊത്തത്തിൽ നമുക്ക് 19. അപ്പോൾ നിങ്ങൾക്ക് 7ഓളം ചോദ്യങ്ങളുണ്ട്. 7ഓളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. 35 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് 30 മാർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം PV റേഷ്യോ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ട നീഡ്, പിന്നെ നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് അടുത്തത്. പിന്നെ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നും എന്ത് ചെയ്യുക, ജേർണലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ എന്താണ് കാൽക്കുലേറ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ആദ്യം PV റേഷ്യോ കാണുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ PV റേഷ്യോൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്കറിയാം കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ആണ്. കോൺട്രിബ്യൂഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് കോൺട്രിബ്യൂഷൻ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ആ കോൺട്രിബ്യൂഷൻ കിട്ടും. ഇനി അതിനെന്താ ഡിവൈഡ് ചെയ്യുക സെയിൽസുമായിട്ട്. സെയിൽസ് എത്ര 1 lakh ആണ്. ഓക്കെ,
അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? പി വി റേഷ്യോ കിട്ടി. അപ്പോൾ പി വി റേഷ്യോ പിന്നെ ബ്രേക്ക് ഈവൻ പോയിൻറ്റും. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്താണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ആണ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. അപ്പോൾ 30,000 ആണ് എന്ത്? ഫിക്സ്ഡ് കോസ്റ്റ്. അതിന് നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യുക? നമ്മുടെ പി വി റേഷ്യോ ആയിട്ട് 40% ആയിട്ട്, അല്ലെങ്കിൽ 40% ആയിട്ടല്ല, 40%ന് നിങ്ങൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമൽ വാല്യൂയിൽ ചെയ്താൽ 0.40. അപ്പോൾ എന്താണ്? 75,000 കിട്ടും. ഓക്കെ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട നീഡ്? ഒന്നെന്താണ്? ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ആർ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി, നമ്മുടെ സ്ഥാപനം എവിടെ നിൽക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അസറ്റ് എത്ര ഉണ്ട്, അതിൻ്റെ ലയബിലിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിസോഴ്സ് ഇവാലുവേഷനാണ്. റിസോഴ്സുകൾ നമ്മളെങ്ങനെ, അതായത് നമുക്കുള്ള രൂപയാണെങ്കിലോ, നമുക്ക് എന്തെങ്കിലും അസറ്റ് ഉണ്ടെങ്കിലോ, ലാൻഡ് ഉണ്ടെങ്കിലോ, ഇതിനൊക്കെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഇവാലുവേറ്റ് ചെയ്യലാണ്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? അനലൈസ് ചെയ്യലാണ്. എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കൃത്യമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഒന്ന് ലീഗൽ റിക്വയർമെൻ്റ് ആണ്. എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഇത് തയ്യാറാക്കണം എന്നുള്ളത് നിയമത്തിലും പറയുന്നുണ്ട്. പിന്നെ ഒരു ഓപ്പറേഷണൽ ഇൻസൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ്, കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയൊക്കെ നമുക്കൊരു കമ്പാരിസൺ കിട്ടണമെങ്കിൽ, മറ്റ് സ്ഥാപനങ്ങളുമായിട്ടൊരു കമ്പാരിസൺ കിട്ടണമെങ്കിലൊക്കെ എന്താണ്? ബാലൻസ് ഷീറ്റ് അത്യാവശ്യമാണ്. പിന്നെ അടുത്തത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്? ഒന്ന് ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, നമുക്ക് പാസ്റ്റ് ഡാറ്റയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണ്? നമുക്കത് എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ അതിൻ്റെ മണി വാല്യൂലൊക്കെ കഴിഞ്ഞ വർഷത്തെ മണി വാല്യൂലൊക്കെ ഉണ്ടാവുക, അപ്പോൾ അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അത് വെറും രൂപേൻ്റെ ബേസിൽ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്, ഓൺലി ഓൺ മോണിറ്ററി ബേസിസ്. പിന്നെ സബ്ജക്റ്റീവാണ്. ഇപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ നീതിബോധത്തിനനുസരിച്ചിട്ടോ അയാളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ടൊക്കെ അക്കൗണ്ടിങ്ങിന് മാറ്റങ്ങൾ വരാം. പിന്നെ ഒമിഷൻസ് ഓഫ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, മറ്റ് അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ, മാനേജ്മെൻറ്റ്, ക്വാളിറ്റി, ഇതൊക്കെ ഒമിറ്റ് ചെയ്യും. ഓക്കെ. അത് ഒമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതൊക്കെ ഒഴിവാക്കി കളയും, അത് നമുക്ക് പരിഗണിക്കില്ല. പിന്നെ നോ റിയൽ ടൈം ഇൻഫർമേഷൻ അല്ല, ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ നമ്മൾ കണ്ടു. പിന്നെ ഇൻഫ്ലെക്സിബിൾ, ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാറ്റാൻ സാധിക്കില്ല. ഓക്കെ. പിന്നെ അടുത്തത് ഇതാണ്, ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹3,000. അപ്പോൾ നമ്മൾ ജാനുവരി 1 മുതൽ 31 വരെ പല ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ആണ് 3,000. പിന്നെ സോൾഡ് മെഷീനറി ഫോർ ക്യാഷ് 6,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,200. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,500. പെയ്ഡ് വേജസ് 300. പെയ്ഡ് ടു കുമാർ 500. റിസീവ്ഡ് ക്യാഷ് ഫ്രം സോനു 1,000. റിസീവ്ഡ് കമ്മീഷൻ 400. പെയ്ഡ് സാലറി. അപ്പോൾ ഇതിനൊക്കെ ജേണൽ എൻട്രീസ് ആണ് എഴുതിയിരിക്കുന്നത്. നറേഷൻ നിങ്ങൾക്ക് എഴുതാൻ വേണമെങ്കിൽ ഫർണിച്ചർ എന്താണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 3,000. അപ്പോൾ എന്താ വരിക? ബീങ് ഫർണിച്ചർ പർച്ചേസ്ഡ്. ഓക്കെ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷാണ്. ഫർണിച്ചറാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്, ക്യാഷാണ് കൊടുക്കുന്നത്. ഓക്കെ. അങ്ങനെ ഓരോന്നിനുള്ള ജേണൽ എൻട്രി. പിന്നെ എന്താണ്? മെഷീനറി സെല്ല് ചെയ്തതാണ്, വിറ്റതാണ്. മെഷീനറി പോയി, ക്യാഷ് വന്നു. ഓക്കെ. പിന്നെ പർച്ചേസ് ചെയ്തതാണ് ക്യാഷിന്, ഗുഡ്സ് 4,200. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. പിന്നെ അടുത്ത സെയിൽസ് ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4,500. അപ്പോൾ എന്താണ്? ഇവിടെ വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സെയിൽസ്. പിന്നെ വേജസ് പെയ്ഡ് ആണ് 300. വേജസ് ടു ക്യാഷ്. പിന്നെ കുമാറിന് പൈസ കൊടുത്തതാണ്, അപ്പോൾ എന്താണ്? കുമാർ ടു ക്യാഷ്. പിന്നെ സോനുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയതാണ്, റിസീവ്ഡ് ക്യാഷ് ഫ്രം സോനു, ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു സോനു. പിന്നെ ക്യാഷ് ടു ഒരു കമ്മീഷനാണ് കിട്ടിയത്, അപ്പോൾ എന്താണ്? ക്യാഷ് ടു കമ്മീഷൻ. പിന്നെ സാലറി കൊടുത്തതാണ്, പെയ്ഡ് സാലറി ടു ക്യാഷ്. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മളോട് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം. ഓക്കെ. അതായത് ഇതിൽ നമ്മൾ കണ്ടതാണ്. അടുത്ത ചോദ്യം കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. അത് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് വളരെ സിമ്പിളാണ്. ഒന്ന് പ്രീവിയസ് ഇയർ ആണ്, കറണ്ട് ഇയർ ആണ്, 2018, 2019. ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ലോങ് ടേം ബോറോയിങ് ഒക്കെ ഇതാണ്, ലയബിലിറ്റി ആണെന്നുള്ള ബോധം വേണം. ട്രേഡ് പേയബിൾ ലയബിലിറ്റി ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻവെൻട്രി അസറ്റാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് അസറ്റാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് ചെയ്താൽ ഓക്കെ. ഇക്വിറ്റീസ് ഫുള്ള്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, റിസർവ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ലോങ് ടേം ബോറോയിങ്, അസറ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറഞ്ഞ് സൈഡിൽ എഴുതിയാൽ മതി. ഇപ്പോൾ എന്താണ്? ഷെയർ ക്യാപിറ്റൽ 18 10 ലക്ഷമായി, 5 ലക്ഷം കൂടി. അങ്ങനെ ഓരോന്ന് എഴുതുക, ടോട്ടലും എഴുതി വെക്കുക. ഓക്കെ. അത് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ഇവിടെ എഴുതിയത് ഇതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൃത്യമായിട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി അസറ്റ് മാറ്റി എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇൻക്രീസും ഡിക്രീസും ആയിട്ട് വരുന്നത്, ഡിക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് ഇട്ട് വെക്കുക. ഓക്കെ. എന്നിട്ട് രണ്ടും ടോട്ടലും എന്ത് ചെയ്യുക? അതിന് വന്ന ഇൻക്രീസും ഡിക്രീസും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ അനാലിസിസ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ. അനാലിസിസ് എഴുതി വെക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്താണ്? ബാലൻസ് ഷീറ്റ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് കൃത്യമായിട്ട് വരച്ച് വെച്ചാൽ മതി. പിന്നെ വരുന്നത് 18ാമത്തെ ചോദ്യമാണ് നമ്മളോട് മെറ്റീരിയൽ. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്
മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം മെറ്റീരിയൽ എ ബി സി തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്, യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡാണ്, പിന്നെ ആക്ച്വൽ യൂണിറ്റ് എത്ര വന്ന് ചിലവായിട്ടുണ്ട്, പ്രൈസ് ചിലവായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എന്താണ് ഫസ്റ്റ് വരുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആദ്യം ചെയ്യുക, ആക്ച്വൽ കോസ്റ്റ് ചെയ്യുക, അതിൻ്റെ വേരിയൻസ് നോക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡിനെക്കാട്ടി കൂടുതലായിട്ട് ആക്ച്വൽ കോസ്റ്റ് വന്നത് നെഗറ്റീവാണ്. ഇനി എന്താണ് മെറ്റീരിയൽ ബീൻ്റെ കേസ്, കോസ്റ്റ് വേരിയൻസ് ആണ്. അത് 615 എന്ത് സ്റ്റാൻഡേർഡ് വന്നത്, ആക്ച്വൽ കോസ്റ്റ്, അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. ഇത് ആക്ച്വൽ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ്. ഓക്കെ, അങ്ങനെ ഓരോന്നായിട്ട് കാണാം നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ആക്ച്വൽ യൂണിറ്റ് ഇൻറ്റു ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഇതായി, അത് എ ബി ആൻഡ് സി. അത് കഴിഞ്ഞിട്ട് എന്താണ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. അത് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അത് ഓരോന്നിൻ്റെയും. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് കണ്ടോ, ഇവിടെ കൊടുത്തത് എൻ്റെത് 1 ആണ്, ഇത് 1.2 ആണ്. അത് വെച്ച് മൈനസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് നോക്കാം. അപ്പോൾ അതിൽ എന്താണ്, മെറ്റീരിയൽ എൻ്റെത് നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി 1010 യൂണിറ്റ് ആണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി 1080 യൂണിറ്റ് ആണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് 1 രൂപയാണ് ഒരു യൂണിറ്റിന്. അപ്പോൾ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ആണ്. മറ്റേ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് എന്ത്, നമ്മുടെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്, -70 ആണ് മെറ്റീരിയൽ എയിൽ, മെറ്റീരിയൽ ബിയിൽ 45 ആണ്. ഓക്കെ, മെറ്റീരിയൽ സിയിൽ വരുന്നത് എത്രയാണ്, അത് 60 ആണ്. ഓക്കെ, -60. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്താണെന്നുള്ളതായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഒരുപാട് തരം ബഡ്ജറ്റുകളുണ്ട്. അതിലെന്താണ്, ദർ ഈസ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, ക്യാഷ് ഫ്ലോ ബഡ്ജറ്റ്, ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, സ്റ്റാറ്റിക് ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റ്, പ്രോഗ്രാം ആൻഡ് പെർഫോമൻസ് ബഡ്ജറ്റ്, റോളിംഗ് ബഡ്ജറ്റ്. അതായത് ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ബഡ്ജറ്റാണ് റോളിംഗ്. നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ബഡ്ജറ്റാണ് നമ്മുടെ പ്രോഗ്രാം ആൻഡ് പെർഫോമൻസ് ബഡ്ജറ്റ്. പിന്നെ സീറോ ബേസ്ഡ് ബഡ്ജറ്റ് എന്നാണ് നമ്മുടെ ബേസ് 0 ആയിട്ട് കണ്ടിട്ട്, 0 എന്താണ് എമൗണ്ട് കയ്യിലുള്ളൂ എന്ന് കണ്ടിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇൻക്രിമെൻ്റൽ ബഡ്ജറ്റ് ഇടയ്ക്കിടയ്ക്ക് എന്താണ്, അതിൽ ബഡ്ജറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് മാറ്റം വരുന്നതാണ്. സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്താണ്, അൺചേഞ്ച് ആയി നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ആണ് ഫിക്സ്ഡ് ബഡ്ജറ്റ്. പിന്നെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റുകളാണ്. ക്യാഷ് ഫ്ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ബഡ്ജറ്റാണ് ക്യാഷ് ഫ്ലോ ബഡ്ജറ്റ്. ക്യാപിറ്റൽ എത്ര വേണമെന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്, ലോങ് ടേം അസറ്റ്. അതേപോലെ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഡാറ്റയിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആണ്. ഓക്കെ, അപ്പം മെറ്റീരിയൽ എക്സ് വൈയും കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയാണിത്, റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്. ഓക്കെ, അത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, മെറ്റീരിയൽ എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളെന്ത് തയ്യാറാക്കണം, നമ്മുടെ ഈ 3 വേരിയൻസ് തയ്യാറാക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഓക്കെ, അപ്പോൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കാണും, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ആക്ച്വൽ കോസ്റ്റ് എന്താണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അത് മൈനസ് ചെയ്യുക. അപ്പോൾ അത് മൈനസ് ചെയ്താൽ മെറ്റീരിയൽ എക്സിൻ്റെ വൈൻ്റെയും ലഭിച്ചു. ഇനി പ്രൈസ് വേരിയൻസ് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. സ്റ്റാൻഡേർഡ് പ്രൈസ് 5 ആണ്,
ആക്ച്വൽ പ്രൈസ് 6 മൈനസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ്. ഓക്കെ, അത് എന്താണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, അത് രണ്ടിൻ്റെയും ചെയ്യാം, എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ അതാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയൽ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് എന്താണ് ബാലൻസ് ഷീറ്റും ട്രേഡിങ്ങും പിയാനിലൊക്കെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, നിങ്ങൾ ആദ്യം ട്രേഡിങ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, അതുപോലെ തന്നെ വേജസ്, പിന്നെ പർച്ചേസ്, പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിന് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡിങ് തയ്യാറാക്കുക. ഗ്രോസ് പ്രോഫിറ്റ് കാണും നിങ്ങൾക്ക്. ഈ രണ്ട് സാധനമാണ്, അതായത് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിങ്ങിലാണ് വരിക. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് എന്തിൽ വരും, സെയിൽസ് ട്രേഡിങ്ങിലാണ് വരിക. പർച്ചേസ് റിട്ടേൺ ട്രേഡിങ്ങിൽ വരും, സെയിൽസ് റിട്ടേൺ ട്രേഡിങ്ങിൽ വരും. അപ്പോൾ സെയിൽസിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടത് സെയിൽസ് റിട്ടേൺ, പർച്ചേസിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടത് പർച്ചേസ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓരോന്ന് എവിടെയാണ് വരിക എന്നുള്ളത്. പിന്നെ എന്താണ്, വേജസ് ട്രേഡിങ്ങിലാണ് വരിക. അതുപോലെ കാരേജ് ഇൻവേർഡും ഓപ്പണിംഗ് സ്റ്റോക്ക് കാരേജ് ഇൻവേർഡ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നതാണ്. കാരേജ് ഇൻവേർഡാണ് ട്രേഡിങ്ങിൽ വരിക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് തയ്യാറാക്കണം, നിങ്ങൾ ആ ഇതിലുള്ള ഗ്രോസ് പ്രോഫിറ്റ് കാണണം. എന്നിട്ട് ഈ ഗ്രോസ് പ്രോഫിറ്റ് ആദ്യം എടുത്ത് P&Lലേക്ക് എഴുതുക. എന്നിട്ട് P&L സാലറി, കാരേജ്, ഔട്ട്വേർഡ്, ഡിസ്കൗണ്ട് അലൗഡ്, റെൻറ്റ്, റേറ്റ് ആൻഡ് ടാക്സ് ടു അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ ഇതിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു സൈഡിൽ ഇതൊക്കെ കാണും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റും പിന്നെ അതേമാതിരി ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇതുമാണ് എന്ത് P&L വരുന്നത്. അപ്പോൾ അത് ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക. ബാലൻസ് ഷീറ്റ് പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ എഴുതണം. ഇവിടെ തന്നിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾ എഴുതിയിരിക്കണം. ബാക്കിയുള്ള ഇവിടെ കാണുന്ന അസറ്റ്സ്, അപ്പോൾ ഇതൊക്കെ ബാലൻസ് ഷീറ്റാണ്. ലോൺ, കുമാർസ് ക്യാപിറ്റൽ, സൺട്രി ക്രെഡിറ്റേഴ്സ്, പിന്നെ പ്ലാന്റ്, ഫ്രീ ഹോൾഡ് പ്രമിസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണ്ട, സാലറി, ഇതൊക്കെ ഫർണിച്ചർ എഴുതണം. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡ്രോയിങ്സ് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ക്യാപിറ്റലിൽ നിന്ന്, കുമാറിൻ്റെ ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് നിങ്ങൾ കുറച്ചിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അത് ഒന്നുകിൽ എഴുതാം. കണ്ട് കുമാറിൻ്റെ ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1,10,000 ആണ്. അതിൽ നമ്മൾ ഡ്രോയിങ്സ് കുറയ്ക്കുന്നു. അതിൻ്റെ കൂടെ നമ്മളിവിടെ കിട്ടിയ എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുമാറിൻ്റെ ക്യാപിറ്റലിലേക്ക് 1,25,000 വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഡ്രോയിങ്സ് 3,000 കുറയ്ക്കുന്നത് കൊണ്ടാണ് 1,22,150 വന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ്, രണ്ട് ഭാഗത്തും ഈക്വൽ ആവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. വളരെ സിമ്പിളാണ് ശരിക്കും പറയുകയാണെങ്കിൽ. നിങ്ങൾ ഈ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ എന്താണ് ആ പറയുന്ന വേരിയൻസസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ വേരിയൻസസ് നോക്കി വെക്കുക. പിന്നെ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതും എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് എന്താണ്, ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് ശരിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊരു അറ്റൻഡ് ചെയ്താലോ അതേമാതിരി കൃത്യമായ ഫോർമാറ്റുകൾ വരച്ചാലോ അതിൻ്റെ മാർക്ക് പരിഗണിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം അതിൽ എന്താണ് നല്ല മാർക്കോട് കൂടി തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓക്കെ, അതായത് അക്കൗണ്ടൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി നമ്മൾ ആൻസർ ശരിയാക്കലല്ല, പക്ഷേ അതാണ് അത് ആയാൽ നമുക്ക് മാക്സിമം മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു പരിധി വരെ ധാരണ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് തോൽക്കാതെ തന്നെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ.